നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ ജ്യോത്സ്യൻ എത്രയെത്ര ഭാവി കാര്യങ്ങൾ പറഞ്ഞ ജ്യോത്സ്യനാ നമ്മുടെ മുരാരി, ജ്യോത്സ്യൻ മുരാരി. രാജേന്ദ്രൻ ബാബു എന്നുള്ള സാധാരണ മനുഷ്യൻ, പ്രാഗൽഭ്യനായ, കേരളത്തിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് വരെ അറിയപ്പെടുന്ന വലിയൊരാൾ. അദ്ദേഹത്തിന് കണ്ടുണ്ടായിരിക്കും. ആദ്യമേ ഈ പാട്ടൊന്ന് കേൾക്കാം. തന്ത്രി എന്ന പേരിലായിരുന്നു ജ്യോത്സ്യ പ്രവർത്തനങ്ങൾ. സോഷ്യൽ മീഡിയയിലും താരമാണ് മുരാരി തന്ത്രി. വലിയ റീൽസ് താരമൊക്കെ കേട്ടോ. റീൽസ് താരം, ജ്യോത്സ്യം പറയും, 100 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, ഭാവി, ഫ്യൂച്ചർ എല്ലാം അദ്ദേഹം സെൻസ് ചെയ്ത് പറയും. 6ാം ഇന്ദ്രിയം വെച്ച് അത്രയ്ക്ക് കഴിവുള്ള ആളാണ്. ഒന്നും വരില്ല. 16 വയസ്സുള്ള പെങ്കൊച്ച് അമ്മയായിട്ട് വന്നു. ചെറുതായിട്ടൊരു ചെറിയ പോക്സോ കേസ്, ചെറിയ അവിടെ ഇവിടെ പിടിക്കാനൊക്കെ നോക്കും. എത്ര ജ്യോത്സ്യനാന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനും ഇല്ലേ വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഇന്നലെ പിടിച്ചത്, നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പരാതിയിൽ ജ്യോത്സ്യനെതിരെ പോക്സോ കേസ്. വെണ്ടാർ സ്വദേശി VS മുരാരി എന്ന രാജേന്ദ്ര ബാബുവിനെ പുത്തൂർ പോലീസ് പിടികൂടി. അമ്മയ്ക്കൊപ്പമാണ് പെൺകുട്ടി ജ്യോത്സ്യനടുത്തെത്തിയത്. അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും കടന്നുപിടിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ബാധ ഒഴിപ്പിക്കൽ ഒറ്റയ്ക്ക് വേണമെന്നായിരുന്നു ജ്യോത്സ്യന്റെ ആവശ്യം. നിലവിളിച്ച് ബഹളം കൂട്ടിയ പെൺകുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലിലൂടെ ജ്യോത്സ്യൻ കടന്നു. പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഭരണിക്കാവിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലാകുന്നത്. വാർത്ത കേട്ടല്ലോ. ചെറിയൊരു കൊല്ലം പുത്തൂരിലാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കാണാൻ പറ്റും. വലിയ സൗദമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. എന്ത് കഴിവുള്ള, സാമർഥ്യമുള്ള സ്വാമിജി, ജ്യോത്സ്യൻ സ്വാമിജി, അങ്ങനെ പല നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. നെറ്റി മുഴുവൻ ചന്ദനം തൊട്ട്, കയ്യിലൊരു 40-40 മോതിരമൊക്കെ ഇട്ട്, കഴുത്തേൽ പല തരത്തിലുള്ള മാലയെല്ലാം കൂടെ ഇട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ 24 ന്യൂസിനകത്ത് ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഷോ തുടങ്ങിയല്ലോ, തമ്മിൽ. അതിൻ്റെ അകത്ത് അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. നടത്തിയ പ്രവചനങ്ങളിൽ ഫലിച്ച പ്രവചനം ഏതെങ്കിലുമുണ്ടോ? അതായത് അബഗേൽ സാറ എന്ന് പറയുന്ന കുട്ടിയെ കാണാതെ പോയപ്പോൾ അവരുമായി ബന്ധപ്പെട്ട 2 പള്ളിയിലച്ചന്മാരും, ശ്രദ്ധിച്ചു കേട്ടോണം, 2 പള്ളിയിലച്ചന്മാരും, അന്നത്തെ അത് ലൈവ് തന്നെയാണത്,